ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടി, പഴയ മോഡൽ സ്പ്ലെൻഡറാണ്, യൂറോ 1 മോഡൽ. നമ്മളത് സർവീസിനായിട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ട്. പിന്നെ സൈഡ് മിറർ ലെഫ്റ്റ് സൈഡിൽ പൊട്ടിയിരിക്കുന്നത്, അത് മാറ്റണം. ചെയിൻ ടൈറ്റാണ് കംപ്ലയിൻറ്റ്. ചെയിൻ ടൈറ്റ്, അതേപോലെ സ്പീഡോമീറ്റർ, സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, പൊല്യൂഷൻ ടെസ്റ്റ് നടത്തണം. പിന്നെ ഏകദേശം നമുക്കൊരു 5 കിലോമീറ്റർ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ കിക്കറൊക്കെ അടിച്ചാൽ കിക്കർ റിട്ടേൺ അടിക്കുന്ന പോലുള്ള കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ വണ്ടി നമ്മളിപ്പോൾ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളിന്ന് രാവിലെ വണ്ടി പുറത്തേക്ക് ഇറക്കാനായിട്ട് വണ്ടി നിർത്തി ഇറക്കുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് ചാടി പോകുന്നുണ്ട്. കാർബേറ്ററിൻ്റെ അടിയിലെ ഓവർഫ്ലോ പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ചാടുന്നുണ്ടായിരുന്നു. അതും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റേണ്ട ഒരു ടൈമാണ്. ഇതിൻ്റെ ലൈനർ 100% ഉപയോഗിച്ച് തീർന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ലൈനർ മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഈ ലൈനർ ഒരഞ്ഞൊരഞ്ഞ് ഈ ഹബിന് നല്ല സ്റ്റെപ്പ് വീണിട്ടുണ്ട്. ഇത്രയും സ്റ്റെപ്പ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ക്യാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇട്ടാണ് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് ലൈനർ ഇപ്പോൾ തൽക്കാലം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ബ്രേക്ക് ക്ലിയർ ആയിക്കോളും. ഈ ഹബിൻ്റെ ഈ തേയ്മാനം ഉള്ളത് കൊണ്ട് നമുക്ക് 100% ലൈനർ ഇപ്പോൾ പുതിയതിട്ടാലും ഉപയോഗിക്കാനായിട്ട് കിട്ടിയൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹബ്ബ് മാറ്റിയിട്ട് ലൈനർ ഇടാണെങ്കിൽ ഓക്കെ ആയിരിക്കും, ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആയിരിക്കും. അതല്ലാതെ കൊണ്ട് നമുക്ക് 100% അത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. കാരണം മാക്സിമം ഉപയോഗിക്കാനും പറ്റില്ല കേട്ടോ. തൽക്കാലം നമുക്ക് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. പക്ഷേ ഇതേപോലെ തന്നെയാണ് ഏകദേശം നമുക്കൊരു 60% ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. ബാക്കി നമുക്ക് അത് അപ്പോഴത്തേക്കും ക്യാമൊക്കെ കയറി ജാമാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ ടയറൊക്കെ കിടക്കുന്നത് പുതിയ ടയറാണ്. വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റാണ്. അപ്പോൾ അത്യാവശ്യം ഒരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ നമ്മൾ നിലവിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം വലിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് നിർത്തിയേക്കണേ. പക്ഷേ നമുക്കിത് ചെയിൻ റൺ ചെയ്യുന്ന സമയത്ത് ചെയിൻ ചില ഭാഗങ്ങളിൽ കയറിയും ചില ഭാഗങ്ങളിൽ ഇറങ്ങിയാണ് വർക്ക് ചെയ്യുക. അതായത് ഓവർലാപ്പിംഗ് എന്ന് പറയും, കയറി ഇറങ്ങി വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% നമ്മളിപ്പോൾ സെറ്റ് ചെയ്താലും പെർഫെക്റ്റായിട്ട് നിൽക്കില്ല. കുറേ കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ലൂസാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. മാക്സിമം വലിച്ചു തീർന്നതാണ്. ഏകദേശം ഇത്രയും കൂടി ഉള്ളൂ, നിസ്സാരം കൂടി ഉള്ളൂ. പരമാവധി എൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സർവീസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാം. പക്ഷേ ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വീണ്ടും ചെയിൻ അടി തുടങ്ങും, മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഇപ്പോൾ ചെയിൻ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നതിന് പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ നമുക്കത് മാറ്റി കളയാം. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വണ്ടി കുറേ ഓടി കഴിയുമ്പോൾ കിക്കർ റിട്ടേൺ അടിക്കുന്ന കംപ്ലയിൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈമിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ ടൈമിങ്ങൊക്കെ ഓക്കെയാണ്, കറക്റ്റ് ടൈമിങ്ങിലൊക്കെ നിൽക്കണേ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ മെയിൻ പ്രോബ്ലം ഉണ്ടല്ലോ ഈ കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റാണ്. കാരണം ഓൾറെഡി കാർബേറ്റർ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് നമുക്ക് മെയിനായിട്ട് കാണിച്ചിരുന്നു. രാവിലേക്ക് എടുക്കുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ പോകുന്നുണ്ട്. പിന്നെ കാർബേറ്ററിനകത്ത് നിന്ന് പെട്രോൾ മിക്സ് കറക്റ്റ് അല്ല നമുക്ക് ഹെഡിലേക്ക് പോവാം. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിയുടെ ഐഡലിങ് സ്പീഡിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്ലഗ് വലിയ പഴക്കമുള്ള പ്ലഗ് അല്ല, പക്ഷേ പ്ലഗിൻ്റെ പോയിൻ്റ് ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ശരിക്കും ഒരു പൗഡർ കണക്കുള്ള കാർബൺ അതിൻ്റെ ഉള്ളിൽ വരാം. അതായത് പെട്രോളിൻ്റെ അളവ് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ കത്തുന്ന സമയത്താണ് ആ രീതിയിലുള്ളൊരു ലക്ഷണം കാണിക്കുക. തൽക്കാലം നമുക്ക് പ്ലഗ് എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും. ഈ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബേറ്റർ അഴിച്ചപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ നോക്കിയോട്ട് പക്ഷേ നമുക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിൽ ചെറുതായിട്ടുണ്ട്. അത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല രീതിയിൽ ചിലപ്പോൾ പെട്രോൾ ഓവർഫ്ലോ ആയിരിക്കും നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റുക. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അത് കാർബേറ്റർ അതായത് അലുമിനിയം ബോഡിയൊക്കെ ദ്രവിക്കാനായിട്ടൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലോട്ട് വാൽവ് പെട്രോൾ വന്ന് അടയുന്ന വാൽവിൻ്റെ ഭാഗം വരുമ്പോൾ ആ ഭാഗമൊക്കെ ദ്രവിച്ചാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ അതിൻ്റെ സീറ്റിങ് നഷ്ടപ്പെടുകയും പിന്നെ പെട്രോൾ നമ്മളിപ്പോൾ നിലവിൽ അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ നിർത്തിയിട്ട് എടുക്കുമ്പോഴാണ് കാണിക്കണമെങ്കിൽ തന്നെ ഇനി ചിലപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്രോൾ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കാർബേറ്റർ മാറ്റേണ്ട സിറ്റുവേഷനായിട്ട് വരും. അപ്പോൾ കാർബേറ്ററിൻ്റെ ആണ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം. സ്ലോ സ്പീഡിൽ റണ്ണിങ്ങിൽ ഓഫായി പോകുന്നതിൻ്റെ കാരണം എല്ലാനും കാർബേറ്ററുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ സ്പാർക്ക് പ്ലഗിലേക്ക് പോകുന്ന പവറിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, അതൊക്കെ ഓക്കെയാണ് നിലവിൽ. പെട്രോളിൻ്റെയാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം. കാർബേറ്ററാണ് ഫ്യൂൽ മിക്സ് കറക്റ്റായിട്ടൊന്ന് ചെല്ലാത്തതാണ് മെയിൻ റീസൺ അതിൻ്റെ കേട്ടോ. അപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നീടുള്ള റിസ്ക് ഞാൻ ഈ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റാമെന്നുള്ള ധാരണയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. നേരെ മറിച്ച് കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമ്മൾ മാറ്റാൻ തയ്യാറായിരിക്കണം. കാർബേറ്റർ അസംബ്ലി ഏകദേശം ഒരു 2000-2700 നമുക്ക് ചിലവുണ്ട് ഈ ഒരു ഐറ്റത്തിന്. ഇതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നമ്മൾ ആ കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ പഴയ
മോഡൽ വണ്ടികൾ, കാർബറേറ്റർ മോഡൽ വണ്ടികളെല്ലാം തന്നെ കംപ്ലയിൻറ്റ്സ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ടി വരും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് കൃത്യമായിട്ട് അതിന് റിപ്ലൈ ഇട്. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ, നമുക്ക് ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കൊന്ന് അഴിച്ച് നോക്കാം. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റിങ്ങും മാക്സിമത്തിലാണ്. നമ്മളതിൻ്റെയും ക്യാമൊക്കെ തിരിച്ചിട്ടിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ മില്ലിങ്ങിൻ്റെ പോയിൻ്റാണ്, ഈ പോയിൻ്റ് കറക്റ്റ് ലെവലാണ് നിൽക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ പരമാവധി ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മില്ലിങ് തിരിച്ചിട്ട് യൂസ് ചെയ്തേക്കണേ. ലൈൻഡർ കമ്പനി ലൈൻഡർ അടക്കണം, ഹീറോൻ്റെ ഒറിജിനൽ ലൈൻഡിനാണ്. പക്ഷേ മാക്സിമം അതിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിന് ചെറിയൊരു കറകറാകുന്ന സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ബെയറിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് ആ ഭാഗം പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ വീൽ ബെയറിങ് അടക്കം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാളും ഒരു ക്ലച്ചിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. മീറ്ററിൻ്റെ കേസ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ക്രൗണ് പിനിയാൻ തുടങ്ങിയിട്ട് കേബിള് മീറ്റർ മെക്കാനിസം അടക്കം മാറ്റിയാലാണ് മീറ്റർ ക്ലിയർ ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. മീറ്റർ ശരിക്കും റെഡി ആക്കി ഇടേണ്ട അത്യാവശ്യമാണ്. വണ്ടിയുടെ അതായത് ശരിക്കും വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം തന്നെ. അപ്പോൾ അത് ചെയ്തിടണം നല്ലതാണ്, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്താം. അതായത് മീറ്റർ, മെക്കാനിസം, കേബിൾ. മെക്കാനിസം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 400 രൂപയ്ക്കാണ് മെക്കാനിസം വരാം, 100 ചില്ലാൻ രൂപ കേബിൾ വരും. ക്രൗൺ പിനിയൻ സെറ്റ് നമുക്കത് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരും. ഏകദേശം 200 താഴെയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം. പിന്നെ ക്ലച്ചിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ ഇവിടെ പൊട്ടിയിട്ട് ടേപ്പൊക്കെ ചെയ്തിട്ടാണ് വെച്ചാണ്. അപ്പോൾ ക്ലച്ച് കേബിളും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ ആക്സിലേറ്റർ കേബിളും ക്ലച്ചിൻ്റെയും കൂടി മാറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ബാറ്ററി ഓൾറെഡി ഉണ്ടെന്നുള്ളൂ, പക്ഷേ കൺവെർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഏകദേശം നമ്മളുടെ വണ്ടിയുടെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി തൻ്റെ കേസ് ഒന്നാമത് ചെയിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണ്ടോ എന്നുള്ള ദിവസം നോക്കിയിട്ട് പറയണം. ചെയിൻ സ്പോക്കറ്റ് ഇപ്പോൾ മാറ്റണോ അത് അടുത്ത സർവീസിൽ ചെയ്താൽ മതി എന്നെങ്കിൽ അത് പറയണം. പിന്നെ ബ്രേക്ക് ലൈനർ നമ്മളിപ്പോൾ എന്തെങ്കിലും മാറ്റുന്നുണ്ട്, ഹബിൻ്റെ കേസ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഹബ്ബ് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പറയണം. എന്നാലും നമുക്ക് ഇപ്പോൾ ലൈനർ മാറ്റിയിടുമ്പോൾ ഹബ്ബും കൂടി മാറ്റിയാൽ ആ കംപ്ലയിൻറ്റ്സ് അവിടെ കണ്ട് ക്ലിയർ ചെയ്ത് വിടാനായിട്ട് പറ്റും. പിന്നെ എഞ്ചിൻ ഓയിൽ, അതേപോലെ സ്പാർക്ക് പ്ലഗ്, ഈ സൈഡിലൊരു ഗ്യാസ്കറ്റ് വരും. ബ്രേക്കിൻ്റെ കേബിളും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും കമ്പൽസറി ആയിട്ട് നമുക്ക് മാറ്റേണ്ടതാണ്. പിന്നെ ഈ ഒരു കേബിൾ ഗൈഡിലൂടെ പോയിട്ടുണ്ട്. വീൽ ബെയറിങ്ങിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ. ഇതൊക്കെയാണ് മെയിനായിട്ട് തന്നെ വർക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണക്ക് കൂട്ടിയിട്ട് ചെയ്യാം. ഞാനപ്പോൾ അത്യാവശ്യം കാണുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.